ലോറി ഇങ്ങോട്ടേക്ക് മുൻകൂട്ടി ഒന്ന് ഓർഡർ മുൻകൂട്ടി ഒന്നും പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഇത് എടുക്കൂല സാധനം. ഞാൻ എടുത്തു മാറ്റും. എടുത്ത് മാറ്റുന്ന മാറ്റിയെന്ന് പിന്നെ ക്ലാസ് കൊണ്ട് പോകാൻ കേസായിക്കോട്ടെ. നമുക്ക് പ്രശ്നം നമുക്ക് വേറെ കച്ചവടം ഒന്നും ചെയ്യുന്നില്ല. ഞാൻ എടുക്കുന്നതല്ലേ പറയുന്നത്. ഞാൻ എടുക്കുന്ന സാധനം അവിടുന്ന് ഇവിടം വരെ എല്ലാവരും മാറ്റി. പിന്നെ നിങ്ങൾ മാത്രം സംസാരിക്കുന്നത് എന്റെ ഒരു 500 ഗ്രാമിന്റെ പ്ലാസ്റ്റിക് കൊടുത്ത കാര്യം അങ്ങനെ എത്ര സാധനങ്ങൾ പിടിക്കണ്ടേ പരിപാടിയാണ്. അല്ല ആരായാലും ഇതെന്താ പ്ലാസ്റ്റിക് അല്ല. എന്താ പ്ലാസ്റ്റിക് അല്ലാത്ത ഇവിടെ എന്താ പ്ലാസ്റ്റിക് അല്ലാത്തുള്ളത്? എന്താ പ്ലാസ്റ്റിക് അല്ലാത്ത? എല്ലാ പ്ലാസ്റ്റിക് തന്നെ. എന്തൊരു സാധനം ഭയങ്കര ബേക്കറി പോയി പരിശോധിച്ചാൽ മറ്റുള്ള ഷോപ്പുകളിൽ പരിശോധിച്ചു പ്ലാസ്റ്റിക് ഇപ്പം എടുത്തിട്ട് പോയില്ലേ അവര് മൊത്തത്തിൽ ഇവിടെ കണ്ണൂട്ടാണ് മൊത്തത്തിൽ കേരളത്തിൽ മൊത്തത്തിൽ. അപ്പൊ അതെല്ലാം പിടിക്കപ്പോയിട്ട് എന്റെ അടുത്ത് 500 ഗ്രാം അതിന്റെ കേസ് എടുക്കുക പറയുമ്പോൾ ഞാൻ എന്താ ചെയ്യണി? ഇതെന്താ പ്രശ്നം? പ്ലാസ്റ്റിക് എടുത്ത് ഫുൾപാത്ത് മാറ്റിയില്ലേ? ഫുൾപാത്ത് മാറ്റി ഇപ്പൊ നിങ്ങൾ പിടിക്കാൻ മാറ്റാണ്ട് കൈ എന്താ ചെയ്യാ? വഴിയൊന്നും ആർക്കും ഇതുവരെ തടസ്സം ഉണ്ടായില്ല. ഇനിയിപ്പോ ഇപ്പോഴത്തെ പുതിയ ഭരണാധികാരികൾക്ക് പ്രശ്നമാക്കി ഇപ്പൊ ചെയ്യാൻ വേണ്ടി പറ്റാ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റാ. ഓരോ ഓർഡറും ഇല്ല. മുൻകൂട്ടി ഓരോ ഓർഡറും ഇല്ല. ഇനിയിപ്പോ ചെയ്യാം. ഇത് കൊണ്ടുപോയി കളയണം. വേറെ ചെയ്യാം. നമ്മൾ 10-15 വർഷം നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു. നേരത്തെ ഒന്നും പറഞ്ഞില്ല. മുൻകൂട്ടി ഓരോ ഓർഡറും ഇല്ല. പിന്നെ പോലീസുകാരുടെ വന്ന അധികാരികൾ പറയും പിന്നെ എന്ത് ചെയ്യല്? അവരാ വീറ്റോമാർ കാണിക്കുന്നുണ്ടല്ലോ. അവരെ യൂണിഫോം വീറ്റോമാർ കാണിക്കുന്നത്. അല്ല എന്റെ പേര് പറഞ്ഞിട്ട് കാര്യമല്ല. നിങ്ങൾക്ക് ദയവായിട്ട് അറിയുന്നില്ല. അതാ എനിക്ക് പേര് വെച്ചിട്ട് ഇത് കൊണ്ടുപോയി കളയണം. വേറെ ചെയ്യാം. ഇത് പഴയല്ലേ? ഇപ്പൊ വിൽക്കാൻ കഴിയാതെ പിന്നെ ചെയ്യല്? ഇത് മുൻകൂട്ടി ഓർഡർ ചെയ്യാം. ഇങ്ങനെ ഒന്നും പാടില്ല. പച്ചക്കറി പാടില്ല, ഫ്രൂട്ട്സ് പാടില്ല, ഒന്നും വയ്യൊരു കച്ചവടം ഒന്നും പാടില്ല. നിങ്ങൾ മൊത്തത്തിൽ ക്ലിയർ ചെയ്യും. ഒരു ചില്ലറ ഈ 1000 രൂപ കച്ചവടം ചെയ്യാൻ പിടിച്ചിട്ട് അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കുന്ന ഞമ്മ ചെയ്യല്? ഞമ്മ പോണ്ടേ? ഉദ്യോഗസ്ഥരെത്തിയിട്ട് ഇപ്പൊ എന്ത് ചെയ്യാം? മൊത്തത്തിലെല്ലാം മാറി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാം? നമുക്കുള്ള നഷ്ടപ്പെടുന്നു. അപ്പൊ വേറെന്താ ചെയ്യാ? വേറെന്ത് കച്ചവടത്തിന് പോയി പറ്റുമോ? പെട്ടെന്ന് ആദ്യം മുൻകൂട്ടി ഓർഡർ മേലോടെ പഞ്ഞാന്ന് പതായിരുന്നു. വന്നിട്ട് വെറുതെ ഒന്ന് പാട്ട് പച്ചക്കറിമാരി പോയിട്ട് വേറെ ഒന്നും പറഞ്ഞിട്ടൊന്നും ഉണ്ടായിട്ടില്ല. നോട്ടീസിലെ മൊത്തത്തിൽ വയ്യാർക്കാണെന്ന് പറയാ. ഒന്നും വെക്കാൻ വേണ്ടി പാടില്ല. നിങ്ങൾ എടുത്ത് മാറ്റണമെന്ന് പറയാൻ എടുത്ത് മാറ്റൂ. നമുക്ക് ഇത് വിറ്റിട്ട് വേണം വൈദ്യുതി അയച്ചു പഠിക്കാൻ വേണ്ടി. പിള്ളേർ പോയിട്ടുണ്ടെങ്കിൽ ഇതുകൊണ്ട് വേണം. പിള്ളേർ വിദ്യാഭ്യാസം എല്ലാം നടത്തേണ്ടത് ഇതുകൊണ്ടാണ്. അല്ലാണ്ട് വേറെ നമുക്ക് പറയാൻ വരാനൊന്നുമില്ല. കമ്മീഷനും കൈക്കൂലിയൊന്നും വരാനില്ല. കോഴിക്കോട്ടൊന്നും മാറിക്കൊടുക്കടാ. ഇപ്പൊ ഓർ പറഞ്ഞു ജീവിക്കാനൊരു സൊല്യൂഷൻ പറഞ്ഞ എല്ലാവരും ജീവിക്കാനൊരു സൊല്യൂഷൻ പറഞ്ഞ പോലീസുകാരായാലും പിന്നെ നിങ്ങളായാലും മീഡിയകളായാലും പിന്നെ റിപ്പോർട്ട് ചെയ്യാനായാലും ആരായാലും നിങ്ങൾ സൊല്യൂഷൻ പറയും. ജീവിക്കാൻ വേണ്ടി ഇങ്ങനെ വയ്യാറ് കച്ചവടക്കാർക്ക് ജീവിക്കാൻ വേണ്ടി ഒരു സൊല്യൂഷൻ